വേർപാടും വിശുദ്ധിയും പാലിച്ച് വിശുദ്ധരായി നിൽക്കുന്ന ദൈവമക്കൾ, അത് പാസ്റ്റർമാരാകണമെന്നില്ല, ദൈവമക്കൾ ഒരു കാര്യം ദൈവസന്നിധി പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കും. സ്തോത്രം. ചിലരെ ധരിച്ചേക്കുന്ന ഓവർസിയർ പറഞ്ഞെങ്കിലേ ഇത് അംഗീകരിക്കുള്ളൂ വെച്ചാൽ ധാരണയാണ്. ചിലർ സഭയുടെ പ്രസിഡന്റ് മെയിൻ ആള് വന്നെങ്കിലേ ദൈവം ഇത് അംഗീകരിക്കുമെന്ന ചിലരുടെ ഒരു ചിന്ത, അത് തെറ്റിദ്ധാരണയാണ്. വിശ്വസ്തരും വിശുദ്ധരുമായി ദൈവപ്രമാണം അനുസരിച്ച് നിൽക്കുന്ന, അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, ആരോഗ്യമുള്ളയാളാകട്ടെ ആരോഗ്യമില്ലാത്തയാളാകട്ടെ, കുലീന കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ കുലീനത കുറഞ്ഞ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ആര് ദൈവത്തിനത് വിഷയമല്ല. ഈ വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവപൈതൽ പറയുന്ന കാര്യം ദൈവം അംഗീകരിക്കും. അതിന് ഏറ്റവും നല്ല തെളിവാണ് യോശുവ പറഞ്ഞ കാര്യം ദൈവം അംഗീകരിച്ചെന്നുള്ളതാണ്. ഏലിയാവ് പറഞ്ഞ കാര്യവും ദൈവം അംഗീകരിച്ചു. കൊട്ടാരത്തിൽ ചെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവമായ യഹോവ ആണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞു മഴ ഉണ്ടാകില്ല. ദൈവം ഇങ്ങനെ പറഞ്ഞെന്ന് വില ചെന്ന് ഇങ്ങനെ പറയണമെന്ന്. പക്ഷെ ആ എന്റെ ഭാഷ പറഞ്ഞാൽ നടത്തിപ്പിൽ പറഞ്ഞതാ, അത് അതുപോലെ ഞാൻ കണ്ടില്ല, കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കാര്യമാണ്. റാന്നി ഭാഗത്ത് ആശാര്യോപദേശം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ യോഗം കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക പതിവാണ്, മറ്റുള്ളവർ സഹായിക്കും. അപ്പോൾ 3-ാം ദിവസത്തെ യോഗത്തിന് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞു. അത് ക്രമീകരിച്ചു. ഇല, അന്നൊക്കെ ഇലയാ, തൂശനല്ല, ഇല ഒരാൾ ഏറ്റു. ഉപദേശിയെ ഒന്ന് ആക്ഷേപിക്കാനും കൂടെ ആ സമയത്ത് ഇല കൊണ്ടുവന്നില്ല. ആ രാത്രിയിൽ എന്തോ ചെയ്യും? അപ്പോൾ ഭക്ഷണം വിളമ്പുന്ന സമയമായപ്പോൾ ഇലയേറ്റ പുള്ളി കൊണ്ടുവന്നില്ല. 1-2 ഇല പോരല്ലോ, ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പോൾ ഉപദേശി പറഞ്ഞു, ഭാരപ്പെടേണ്ട, കൈ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരുടെ ചേർന്ന് പ്രാർത്ഥിച്ചെന്ന് ഇത് പറഞ്ഞുള്ള. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനടുത്ത് തന്നെ ഈ ഏറ്റപ്പുള്ളിയോട് ബന്ധപ്പെട്ട വീടാ. അവരുടെ വീടിന്റെ അതിരെ നിന്ന 1-2 തേക്ക് പടന്നങ്ങൾ വീണു. ആർക്കും ദോഷമൊന്നുമില്ല, അതങ്ങ് വഴിയിലോട്ട് പടന്ന്. ഉപദേശിച്ച് പറഞ്ഞ തേക്കിന്റെ ഇല എടുത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം. തേക്കിന്റെ ഇല വലുതാണ്, കണ്ടോ? ആ ദൈവകൃപയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ ദൈവം അങ്ങ് അംഗീകരിച്ചതാണ്. തേക്ക് പടന്ന് വീഴാൻ പ്രാർത്ഥിക്കാനൊന്നും ദൈവം പറഞ്ഞതല്ല, നടത്തിപ്പിൽ പറഞ്ഞതാണ്. അത് അതുപോലെ ഒത്തു. അപ്പോൾ ദൈവകൃപയിൽ നിന്നൊരു ദൈവ പൈതൽ ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കും. ചുമ്മാ വിളിച്ചു പോവരുത്. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ എന്നൊക്കെ ചുമ്മാ നീ പെടലിട്ട് വെട്ടിക്കരുത്. സ്തോത്രം. ദൈവം പറയണം, അത് നടത്തി. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു വന്ന മോശയുടെ ശേഷം യോശുവ ജനത്തെ നടത്തി. ഇവര് യോർദാൻ കടന്ന് മറുകരയിലോട്ട് കയറി യെരിഹോ കോട്ട പിടിച്ചടക്കി. ശേഷമായിട്ട് ഹായി പട്ടണം നിരോധിച്ചു. അപ്പോൾ ഹായി പട്ടണം പിടിക്കാൻ പോയപ്പോൾ 3000 പേര് പോയി. പക്ഷെ 3000 പേര് തോറ്റു തുന്നം പാടി. വരവ് കണ്ടപ്പോൾ യോശുവയ്ക്ക് പിടികിട്ടി, അടികിട്ടി വരിക. അടുത്ത് വന്നപ്പോൾ എണ്ണി 36 എണ്ണം ഇല്ല. തമ്പുരാൻ പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തു, നീ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു. അങ്ങനെ യഹൂദാ ഗോത്രത്തിൽ, സർഗ്ഗകുലത്തിൽ, സബ്ദിയുടെ കുടുംബത്തിൽ, കർമ്മിയുടെ കുടുംബത്തിൽ ആഗാനെ പിടിച്ചു. അപ്പോൾ ആഗാനോട് ചോദിച്ചു, മകനെ എന്നാ വിളിച്ചേ? മകനെ, നീ ദൈവത്തിന് ഹിതമല്ലാത്ത എന്തേലും ചെയ്തോ, പ്രവർത്തിച്ചോ? അപ്പോൾ അവനെ വളരെ ഇതായിട്ടാ പറഞ്ഞത്, ഞാൻ
വിശേഷമായ ഒരു ബാബിലോന്യ മേലയ്ക്ക് ഒരു പൊൻകട്ടി, ഒരു വെള്ളിക്കട്ടി. അത് കണ്ടു, മോഹിച്ചു, എടുത്തു. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ല, ഇഷ്ടപ്പെട്ടെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലേ? കണ്ടു, മോഹിച്ചു, എടുത്തു. കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപമാണ്. അവര് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിങ്ങള് പിണങ്ങരുത്. ചിലര് കോടിക്കണക്കിന് വിലയുള്ള വണ്ടി മേടിക്കും, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. $2 കോടി 3 കോടിയുടെ വണ്ടിയൊക്കെ മേടിക്കുന്നവരെ മേടിച്ചവരെ എനിക്കറിയാം. പക്ഷെ അത് നന്നായിട്ട് കോടി വിലയുള്ള വണ്ടിയാ ഓടി. കോടിയുടെ വിലയുള്ളതാ ഓടി. ഒരാളെ പറ്റി കേട്ടത് ഞാൻ കണ്ടില്ല, കേട്ടതാ. ഓടി വണ്ടിയിലെ ഈ മേളിലത്തെ ഭാഗം തുറക്കുമല്ലോ. എനിക്കറിയത്തില്ല അത്. ഞാനും കയറിയിട്ടുണ്ടായിരിക്കും വെളിനാട്ടിലൊക്കെ ചെല്ലുമ്പോൾ. പക്ഷെ ഇതെന്നാന്ന് പോലും നമുക്ക് വണ്ടിയൊക്കെ കയറുക പോകുകയല്ല എന്നാ. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞാ ഈ 3 വളയോ ഇങ്ങനെ സൺറൂഫ് അല്ലേ? അപ്പൊ അതാ എനിക്ക് പിന്നെ ഞാനത് ശ്രദ്ധിക്കും. സൺറൂഫ് 3 വളവല്ലേ? സൺറൂഫ്. അപ്പൊ ഓടി കാറിലെ മേള് തുറന്നിട്ട് വലിയ വലിയ മന്ത്രിമാരൊക്കെ പോകുന്നത് പോലെ പോയ ആൾക്കാരുണ്ട്. പക്ഷേ അധിക നാള് പോകാൻ ഒത്തില്ല. ഞാൻ കുറ്റം പറയുന്നതല്ല, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ക്രമീകരിച്ചോണം. ഞാൻ അവരെ വിധിച്ചതല്ല. ഇത് കാണുമ്പോൾ നമ്മെ തന്നെ ക്രമീകരിക്കണം. കണ്ടു, മോഹിച്ചു, എടുത്തു, പക്ഷെ ഉപയോഗിക്കാൻ ഒക്കുന്നില്ല. കൂടാരത്തിനടി കുടിച്ചിട്ടു, വെള്ളിയേറ്റു, അടി കിടപ്പുണ്ട്. അതിന്റെ മേളിലായിരിക്കും പൊന്ന്, അതിന്റെ മേളിൽ ബാബിലോന്യ മേലെങ്കിൽ, എന്റെ ഭാഷ പറഞ്ഞ അതിന്റെ മേളിൽ പുൽപ്പ, അതിന്റെ മേളിൽ ഇങ്ങേരും വെമ്പളി. ആത്മാവിലാവുക, മോട്ടിച്ചതല്ല അടി കിടക്കുക. കോടിക്കണക്കിന് വിലയുള്ള വണ്ടി മേടിച്ച് റോഡിൽ കൂടെ ഓടിച്ചു പോകാൻ ഒക്കുന്നില്ലെങ്കിൽ, കോടികളൊന്നും വിലയില്ലാത്തൊരു വണ്ടിയിൽ നിനക്ക് യോഗത്തിന് പോകാനും വരാനും ഒക്കുന്നെങ്കിൽ അതാ കുറച്ചുകൂടെ ഭാഗ്യം. ആമേൻ. വീടിന്റെ മകളിൽ സ്വിമ്മിംഗ് പൂള് വരെയുള്ളവരുണ്ട്. നല്ല കാര്യം. ദൂരോട്ട് പോകണ്ടല്ലോ കുളിക്കാൻ, നല്ല കാര്യം. പക്ഷെ ഭയമാണ്. പലർക്കും ആ വീട്ടിൽ പാർക്കാൻ ഒക്കുന്നില്ല. മിക്കവരും ആശുപത്രിയില്ല. ആർക്കും വരാതിരിക്കട്ടെ, ദോഷമൊന്നും മേശാതിരിക്കട്ടെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളവരെ വിധിക്കുകയല്ല, ഇത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോണം. നിനക്ക് ഒരു മുറിയോ ഒരു അടുക്കളയോ ഉണ്ടെങ്കിലും അതിനകത്ത് സമാധാനത്തോടെ പാർക്കാൻ. സ്തോത്രം. ആമേൻ. വില കൂടിയ വസ്ത്രം നിനക്കുണ്ട്, വില കൂടിയ വസ്ത്രം. എനിക്ക് കൃത്യം അറിയത്തില്ലെങ്കിൽ കേൾക്കുന്നത് 50,000-ന്റെ ഒക്കെ സാരി ഉണ്ടെന്നാ. 50,000 1 ലക്ഷത്തിന്റെ പിന്നെ പെന്തിക്കോസുകാരും ചിലരെ വാങ്ങുന്നെന്ന് കേൾക്കുന്നു. സ്തോത്രം. കാശുള്ളവര് മേടിക്കട്ടെ. പക്ഷേ അത് ഉടുക്കാനും ഉടുത്തോണ്ടെങ്കിലും പോകാനും പറ്റാതെ കിടക്കയിൽ കിടക്കുന്നവരുമുണ്ട്. ആർക്കും അത് വരാതിരിക്കട്ടെ. സ്തോത്രം. വന്നവരെ വിടിവിക്കട്ടെ. പക്ഷെ നിനക്ക് 50,000-ന്റെ 1 ലക്ഷത്തിന്റെ മേടിക്കാൻ മാർഗമൊന്നുമില്ല. 150 രൂപയുടെ കോട്ടൺ സാരി ആണെങ്കിലും അത് സ്തോത്രം പറഞ്ഞ് ഉടുത്ത് യോഗത്തിന് വരാനും നടക്കാനും പോകാനും കൂടാനും ഇടയാകുന്നെങ്കിൽ അതാ ഭാഗ്യം. ആമേൻ. ജീസസ്. ഞാൻ ദൃഷ്ടാന്തമായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആരെയും വിധിച്ചതല്ല, വിധിക്കാൻ നമ്മൾ ആളല്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. കണ്ടു
ചോദിച്ചു, എടുത്തു, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇല്ല. അങ്ങനെയാന്ന് എന്തിനാ ഇത്? മോനെ മറ്റേ മൈക്കിങ് ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പക്ഷെ പ്രയോജനമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒന്നുകൂടെ അങ്ങ് പറയുക, സന്ദർഭം വന്നുകൊണ്ട് പറയുക. 100 പറ കണ്ടം, കുട്ടനാടിനോട് ബന്ധപ്പെട്ട 100 പറ പുഞ്ചകൃഷി, പുഞ്ചക്കണ്ടം. 100 പറ എന്ന് പറഞ്ഞാൽ എത്ര ഏക്കറാ? നിങ്ങൾക്ക് എറണാകുളംകാർക്ക് ചിലപ്പോൾ തിട്ടം വരികയല്ല. 10 ഏക്കർ. 100 പറ, 10 ഏക്കർ നിലം. അപ്പൊ 100 പറ കണ്ടമുണ്ട്, പക്ഷേ കുത്തരിയുടെ കഞ്ഞി കുടിക്കാൻ ഒക്കുന്നില്ല. ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരണം. ഗതികേട് കണ്ടോ? ഞാൻ കുറ്റം പറഞ്ഞതല്ല, വിധിച്ചതല്ല. ഭൂമുഖത്തിരുന്ന് താഴെ കണ്ടമാ, പാടം കാണാം, അതെല്ലാം ഞങ്ങളുടെയാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു കുരു നെല്ലെടുത്ത് കുത്തി അരിയാക്കി അതിൻ്റെ വെള്ളമോ ചോറോ കഴിക്കാൻ ഒക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞത് എണ്ണ ചേർക്കാതെ 2 ചപ്പാത്തി, അല്ല പാവയ്ക്ക തോരൻ വെച്ച്, ചപ്പാത്തി നിവർത്ത് വെച്ചേച്ച് പാവയ്ക്ക തോരനിട്ടേച്ച് ഒന്നെങ്കിൽ മടക്കുവോ ഇല്ല ഒതുക്കുവോ ചെയ്ത് പക്ഷെ നിനക്ക് ഒരു പറ കണ്ടം പോലും ഇല്ല. എന്നാൽ വൈകുന്നേരം 2 തവി കഞ്ഞി കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നെങ്കിൽ അതാ ഏറ്റവും വലുത്. ചപ്പാത്തി കഴിക്കുന്നവർ മോശക്കാരാണെന്നും കഞ്ഞി കുടിക്കുന്നവർ മിടുക്കന്മാരുമാണെന്നല്ല എൻ്റെ വാദം. 100 പറ പുഞ്ചക്കണ്ടമുണ്ട്, പക്ഷേ കുത്തരിക്കഞ്ഞി, അതാ എൻ്റെ വാദം. എവിടെ അച്ചായൻ്റെ വീട്? എൻ്റെ വീട് പുളുക്കിയിട്ട്, പക്ഷേ പഞ്ചാര ഇട്ട കാപ്പി. വീട് പുളുക്കിയിടാ. പുളുക്കിയിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പഞ്ചസാര ഫാക്ടറി, ഷുഗർ ഫാക്ടറി. അവിടെ ഷുഗർ ഫാക്ടറി ഇപ്പൊ ഇല്ല. ഞാൻ പഴയ രീതി വെച്ച് പറയുക. എവിടാ വീട്? ആ പഞ്ചാര മില്ലിനോട് ചേർന്ന് ലോഡ് കണക്കിന് പഞ്ചസാര കയറി പോകുന്നത് തിന്നരുന്ന് കാണുന്നതല്ലാതെ 1 സ്പൂൺ പഞ്ചാര പോലും കാപ്പിക്കകത്തിട്ട് കലക്കി കുടിക്കാനുള്ള കണ്ടോ? ഗതികേട് കണ്ടോ? സ്തോത്രം. നിന്റെ വീട് പുളുക്കീടൊന്നുമല്ല, അടിമാലിലായിരിക്കും. എന്നാലും 2 സ്പൂൺ പഞ്ചാര ഇട്ട് കാപ്പി കുടിക്കുന്നെങ്കിൽ അതൊരു ഭാഗ്യമായി. ഇപ്പൊ പിന്നെ പഞ്ചസാരയൊക്കെ വിഷമാന്ന പലരും വൈറ്റ് പോയിസൺ ആന്നാ പറയുന്നത്. വെള്ള സാധനങ്ങൾ മിക്കതും. എന്നാൽ നിങ്ങൾ എന്നാ ഇനി വെള്ള വസ്ത്രം വേണ്ട, അതും പോയിസൺ ആണെന്ന് പറയരുതേ. അല്ല, അങ്ങനെ വേണേ ഉണ്ട ചിന്ത കൊണ്ടോ. വെള്ളം മുഴുവൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ കട്ടില് മേടിച്ചിട്ടിരിക്കുക. അതാ പണിത കട്ടില, അല്ലെ വലിയ കട്ടില്. അതിനെന്തോ പറഞ്ഞ ഫാമിലി കോട്ടും അല്ല, അതിലും വലുതുണ്ടെന്നുവാ. എനിക്ക് പേരെന്തുവാ? ദീവാങ്കോട്ട കട്ടില് മുഴുത്തത് കിങ്. എമ്മമോമിന്റെ ഡള്ളപ്പിന്റെ മെത്ത, ലക്ഷക്കണക്കിന് വിലയുള്ള മെത്തയുണ്ട്. ഇപ്പൊ മെത്ത കച്ചവടം നടത്തിയവരും പരിവക്കേടായി തീർന്നവരും ഉണ്ട്. അതൊന്നും നമ്മുടെ വിഷയം അങ്ങോട്ട് പോകുന്നില്ല. അവരും വന്ന് പറയും, ഈ മെത്തയെ കിടന്നാൽ നടുവേദന മാറും, ഈ ഉരുണ്ടുകയറ്റം മാറും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറുന്നുണ്ടെങ്കിൽ അത് അപ്പൊ ലക്ഷക്കണക്കിന് രൂപ മുടക്കി മെത്ത മേടിച്ചു. പക്ഷെ ചമ്പക്കര വൈദ്യര് പറഞ്ഞു അതിലൊന്നും കിടക്കരുത്, കാഞ്ഞിരപ്പലകയുടെ പലക ഇട്ടുകാണ് ആ കട്ടിലെ തലയിണ വെക്കാതെ കിടന്നോണം. എന്നിട്ട് മെത്ത ഭിത്തിയുടെ അവിടെ ചാരി വെച്ചോണം. ഇടയ്ക്കിടയ്ക്ക് നിവർന്ന് കിടന്ന് മെത്തയെ നോക്കിക്കോണം. എൻ്റെ മെത്തേ, നിന്റെ മേൽ കിടക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയല്ലോ.
കണ്ട, ഞാൻ ആരെയും വിധിച്ചതല്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിച്ചോണം. ആഹാരിത് കണ്ടു, മോഹിച്ചു, എടുത്തു, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഒരു ചെറിയ വീട്, ചെറിയ സാഹചര്യം, പക്ഷെ അത് അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റുന്നെങ്കിൽ അതാ ഭാഗ്യം. ഫ്രിഡ്ജ് നിറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, തുറന്നാൽ മുട്ട താഴെ വീഴും. പക്ഷെ ഒരു മുട്ട പോലും ഉടച്ച് കഴിക്കാൻ കൊളസ്ട്രോൾ. 5 കിലോ എണ്ണ ഞാൻ മേടിച്ചു വെച്ചേക്കുന്നു, പക്ഷെ ഇന്ന് വരെ ഒരു പപ്പടം പോലും കാച്ചി. കണ്ടോ? സ്തോത്രം. ഇപ്പൊ ഈ ആരോഗ്യ വകുപ്പുകാർ തന്നെ പറഞ്ഞു, നേരത്തെ പറയാമായിരുന്നു വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇപ്പൊ അവർ നേരെ തിരിച്ചു പറഞ്ഞു വെളിച്ചെണ്ണ മാത്രമേ. ഇവനെല്ലാം മട്ടായിരിക്കും അല്ല, പിന്നെ ഇവര് തന്നെ പറഞ്ഞു വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇപ്പൊ പറഞ്ഞു വെളിച്ചെണ്ണ, ഒരിടയ്ക്ക് പറഞ്ഞു കുത്തരി ഉപയോഗിക്കരുത്, ഇപ്പൊ പറഞ്ഞു കുത്തരി മാത്രം. മട്ടല്ല തന്നെ. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. നിനക്ക് ചിലപ്പോ കപ്പയോ കിഴങ്ങോ കുത്തരിയോ ചപ്പാത്തിയോ ഇഷ്ടമുള്ളതാ, മതി. അത് കിട്ടിയച്ച് സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്ത് സ്തോത്രത്തോടെ ഭക്ഷിച്ചു. സകല യഹോവ ഒരു ദോഷവും തട്ടാനവിടെ നിന്നെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധി ഞാൻ നിനക്ക് വരുത്തുകയില്ല. അത്യുഷ്ണവും വരൾച്ചയും വെൺകതിര് വിഷമഞ്ഞു വന്ന് നിന്നെ ഏശത്തില്ല. അതുകൊണ്ട് അവര് പറയുന്ന കേട്ടോണ്ട് നമ്മൾ ജീവിക്കാൻ പോയ കഞ്ഞി കുടിച്ച് ആകുകയല്ല. സ്തോത്രം. പിള്ളേരെ സന്ധിക്കേണ്ട ആളാ, രാവിലെ പണിക്ക് പോകണം. എന്നിട്ട് അവര് പറഞ്ഞു ഇളമ്പയിൽ കൊണ്ടെങ്കിലേ. എവിടാ നേരെ ഇളമ്പയിൽ കൊള്ളാൻ? ചുമ്മാ ഇരിക്കുന്നവർക്ക് വേണം മുറ്റത്തേക്ക് ഇങ്ങനെ പുറംതിരിഞ്ഞിരിക്കാം. പിന്നെ ദൈവമക്കൾ ചെയ്യേണ്ടത് നിനക്ക് ലഭിക്കുന്നതെല്ലാം സ്തോത്രത്തോട് ഉപയോഗിക്കുക. ഞാൻ സൗദി ചെന്നപ്പോൾ കുമ്പനാട്ട് നമ്മുടെ ഉണ്ണിക്കുഞ്ഞ് പാസ്റ്റർ, ഉണ്ണിക്കുഞ്ഞ്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ച അച്ചായന് ഭക്ഷണമൊക്കെ, ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും. എൻ്റെ അമ്മ 19 കൊല്ലം മുമ്പ് ഗൾഫിലോട്ട് എന്നെ പറഞ്ഞു വിട്ടപ്പം എന്നോട് പറഞ്ഞു, മോനെ കിട്ടുന്നതെല്ലാം സ്തോത്രം പറഞ്ഞ് കഴിച്ചോണം. അന്ന് എന്നോട് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ പറഞ്ഞ് ഞാൻ മരുന്ന് എടുക്കുന്നില്ല, എനിക്കൊരു കുഴപ്പം ഇതുവരെയും വന്നിട്ടില്ലെന്ന്. സ്തോത്രം. പക്ഷെ എല്ലാത്തിനും ക്രമീകരണമുണ്ട്. സ്തോത്രത്തോടെ ഉപയോഗിച്ചോണം, ദൈവം നിന്നെ വിടിവിക്കും. അതിവിടെ ആകാൻ കണ്ടു മോഹിച്ചു കൊടുത്തു, പക്ഷെ യാതൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. ഒടുവിൽ ഇവനെ കല്ലെറിഞ്ഞ് കൊന്നു. കൽക്കൂമ്പാരം, ആക്കോർത്താഴ് വരാം. അതിനുശേഷമായിട്ട് ദൈവം യോശുവായിട്ട് പറഞ്ഞു, ഇനി ഹായി പട്ടണത്തിലോട്ട് പൊക്കോ, വിടുതൽ നടക്കുക. അങ്ങനെ ഇവരെ ഹായി പട്ടണം പിടിച്ച് അതിനെ നിരോധിച്ചു. ശേഷമായിട്ട് നാം മുൻപോട്ട് വരുമ്പോൾ ചില ജാതീയ ശക്തികൾ ഇസ്രായേലിന് എതിരെ തന്ത്രങ്ങൾ വരെ 9-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചു. എന്നാൽ ഹിത്യര്, അമോര്യര്, കനാന്യര്, ഫെലിസ്ത്യര്, യോശുവയോടും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഇവര് ഏക മനസ്സോടെ യോജിച്ചു. പക്ഷെ അതിലൊരു ഗ്രൂപ്പുകാര് അവരെ വിട്ടേച്ച് തിരിഞ്ഞു വന്നു. അടുത്ത കണ്ണിക ഒന്ന് വായിച്ചേ. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്ത അപ്പൊ ഗിബയോൻ നിവാസികൾ കേട്ടപ്പോൾ അവരൊരു ഉപായം പ്രയോഗിച്ചു. അടുത്തത്, അപ്പൊ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചാണ്,
ഈ ഗിബയോൻ നിവാസികള് ഒരു ഉപായം അങ്ങ് പ്രയോഗിച്ചു. ഇവര് പെട്ടെന്ന് കൂടി വെച്ച് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് നമ്മൾ കയറി പടയ്ക്ക് പോകരുത്, പ്രശ്നം ഉണ്ടാകും. അവര് സീഗോനോട് ഓഗിനോട് ചെയ്തതൊക്കെ നമ്മൾ കേട്ടു. അവരുടെ ദൈവത്തിന്റെ കീർത്തിയും നമ്മൾ കേട്ടിരിക്കുക. അതുകൊണ്ട് ഇവരോട് പടയെടുക്കാൻ പോകരുത്. അപ്പൊ അവര് ചോദിച്ചു, പിന്നെ എന്നാ പോംവഴി? അപ്പൊ അവരുടെ മൂപ്പന്മാര് പറഞ്ഞു, ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തുകാരാന്ന് അറിയരുത്, ദൂരെ നിന്ന് വരുന്നവരാ നിങ്ങളുമായി സഖ്യത ചെയ്യാൻ എന്ന് പറഞ്ഞ് യോശുവായോടും മൂപ്പന്മാരുമായിട്ട് സഖ്യത. ഇവർ യഹോവനാമത്തിൽ സഖ്യത ചെയ്താൽ പിന്നെ നമ്മളെ തൊടുകയില്ല. അങ്ങനൊരു വിശേഷത ഇസ്രായേലിനുണ്ട്. ദൈവനാമത്തിൽ ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്മാറുകയില്ല. അതിവർക്കറിയാം. അപ്പോൾ ഗിബയോൻ നിവാസികൾ പറഞ്ഞ അത് നല്ലൊരു അഭിപ്രായമാണ്. അപ്പൊ ചോദിച്ചു, നമ്മൾ ഇവിടുത്തുകാരാണെന്ന് അവരറിയുമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, പഴയ ചാക്കും കണ്ടം വെട്ടിയ തുണി, പഴയ ചെരുപ്പ്, പഴയ തുരുത്തി, പൂത്ത അപ്പൂ, ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്യണം. അതിന് നേരെ അവരുടെ അടുക്കൽ ചെന്നേച്ച് പറയണം, ഞങ്ങൾ ദൂരേന്ന് വരിക എന്ന് പറയണം. അപ്പൊ അവർക്ക് ഡൗട്ട് ഉണ്ടാകരുത്. അപ്പൊ അവർ ചോദിക്കും, നിങ്ങൾ ഇവിടുത്തുകാരാ, ഈ ദേശക്കാരാന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അല്ലല്ല, ഞങ്ങൾ ദൂരേന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് വരികയാ. ഞങ്ങളുടെ വസ്ത്രമെല്ലാം പഴകി, ചെരുപ്പിന്റെ വളിയെല്ലാം പൊട്ടി, കണ്ടം വെച്ച തുണി, അപ്പോൾ എല്ലാം പൂത്തി. ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോ ചൂടോടെ ചുട്ടതാ, ഇപ്പൊ ഇത്രയും ദിവസമായപ്പം പൂത്തു. പഴയ ചാക്ക്. അപ്പൊ പറഞ്ഞു, യോശുവാനൊക്കെ ചെന്ന് ഇവര് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്യുന്നതിന് മുന്നേ ഈ മൂപ്പന്മാരും സഭയിലെ പ്രധാനികള് ദൈവത്തോട് ആലോചന ചോദിക്കാത്ത പൂത്ത അപ്പം വാങ്ങി തിന്നു. തിന്നല്ല, അവിടെ ആസ്വദിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. അല്ലേ? വായിച്ചേ. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാര് യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. എങ്ങനുണ്ട്? ഈ ദൈവാലോചന ചോദിക്കാതെ ഇതെല്ലാം മേടിച്ചങ്ങ് ആസ്വദിക്കുക. അങ്ങനെയുള്ളവര് ദൈവസഭയ്ക്കകത്തുമുണ്ട്. കർത്താവിന് ഹിതമല്ലാത്തതെല്ലാം മേടിച്ചങ്ങ് ആസ്വദിക്കുക. സീരിയലും സിനിമയും എല്ലാം കണ്ടങ്ങ് നന്നായിട്ട് ആസ്വദിക്കുക. മൊബൈലുമൊക്കെ ലോണാണ് എടുത്തേക്കുന്നത്. ലോൺ അടച്ചോണ്ടിരിക്കുക. മാസം 1000 അങ്ങനെ ഇപ്പൊ ലോൺ കിട്ടും. പിന്നെ ബജാജ് ലോൺ, ബജാജ് ലോൺ, HDFC, അത് മേടിച്ച് എല്ലാം ഉണ്ട്. ആവശ്യമില്ലാത്തതെല്ലാം കണ്ടുകൊണ്ടിരുന്ന് അങ്ങ് ആസ്വദിക്കുക. ആസ്വദിച്ച് യോഗത്തിന് പോലും ഇപ്പം വരുന്നില്ല. ഉറക്കവുമില്ല. എന്നാ പറഞ്ഞ? ഉറക്കവുമില്ലെന്ന്. ഉറക്കവുമില്ല. ആസ്വദിക്കുക. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നീ ആസ്വദിക്കരുത്. സ്തോത്രം. ഒന്നും ആസ്വദിക്കരുത്. ഈ മൂപ്പന്മാരെല്ലാം ദൈവാലോചന ചോദിക്കാതെ ഇത് മുഴുവൻ ഇരുന്ന് ആസ്വദിച്ചു. എന്നാ അപ്പം തിന്നപ്പോഴെങ്കിലും പറയണ്ടേടാ പൂത്ത അപ്പമാണ്. പൂത്തന്നല്ലേ എഴുതിയേക്കണം. വായിച്ചേ. ഉറക്കെ വായിച്ച കൊച്ചമ്മേ. അതിലുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. ഇത് മേടിച്ച് ആസ്വദിക്കും എന്ന് പറഞ്ഞാൽ ദൈവാലോചന ചോദിക്കാതെ ഈ ഗിബയോൻ നിവാസികളുമായിട്ട് സഖ്യത ചെയ്ത് ഉടമ്പടി ചെയ്ത് അവര് കൊണ്ടുവന്ന ഭക്ഷണപാനങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചങ്ങ് ആസ്വദിച്ചു. ആത്മീക ലോകത്തിൽ പോകാനാ വന്നേക്കുന്നത്. ആരേലും വെളിനാട്ടിൽ പോയി അല്ലെ മറ്റു രാജ്യത്തിൽ പോയി എന്തേലും കാണും, ഉടനെ ആദ്യം കൂടെ കൊണ്ടുവന്ന് ചങ്ങ് നന്നായിട്ട് ആസ്വദിക്കുക. അത് നമ്മുടെ സഭയുടെ പ്രസിഡന്റ് പോയപ്പോൾ അവിടെ കണ്ടതാ, അതിവിടെ കൊണ്ടുവന്ന് നമ്മൾ അതും അങ്ങ് ആസ്വദിക്കും. നല്ല കാര്യമാണെന്നേ കുഴപ്പമില്ല. അവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ എന്തെല്ലാം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ പകർത്താൻ പറ്റുമോ? നല്ല കാര്യം പകർത്തിയാ പോയി. പണ്ട് വെളിനാട്ടിൽ നിന്ന് സായിപ്പന്മാർ ഇവിടെ വരുമ്പോൾ പറയും, എനിക്ക് ഒരു ഭാര്യയും 2 മക്കൾ. അപ്പൊ ഇവിടുത്തുകാര് ഇവിടെ പിന്നെ 2 ഭാര്യ. അവരെ അങ്ങനെ
ഇവിടെ വന്ന് ഭയങ്കര ക്രൂസൈഡ് നടത്തുന്ന അമ്മമാർക്ക് 4 5 ഭാര്യമാരാ. അതുകൊണ്ടാ മര്യാദക്കാർ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഭാര്യ. ഇവിടുത്തുകാർക്ക് അത് കേൾക്കുമ്പോ പിന്നെ എല്ലാവർക്കും ഒരു ഭാര്യ അല്ലാതെ പിന്നെ അവിടുത്തെ രീതി വെച്ചായി പറഞ്ഞത് എനിക്ക് ഒരു ഭാര്യ. പണ്ടൊരു സാഹിബ് പറഞ്ഞു, ഞാൻ 40 വർഷമായിട്ട് ഒരു ഭാര്യയുടെ കൂടാണ്. ഇവിടെ വന്ന് പറഞ്ഞതാ 40 വർഷമായിട്ട്. നമുക്കിത് കേൾക്കുമ്പോൾ അങ്ങനെ വലിയ പുത്തരിയായിട്ടൊന്നും, നമ്മൾ മരണം വരെ ഒരു ഭാര്യ. പക്ഷെ സാഹിബ് പറയാൻ കാര്യം അവര് എല്ലാരും ഒന്നും അതുപോലല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞാൻ 40 വർഷമായിട്ട്. കാരണം 2 വർഷമായപ്പോൾ വേറെ ഭാര്യ എടുക്കുന്നവന്മാരും. അവരുടെ നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താം. വഴിവിട്ടതും ക്രമം കെട്ടതും ഒന്നും നമുക്ക് പകർത്തേണ്ട കാര്യമില്ല. സ്തോത്രം. അവരുമായിട്ട് സഖ്യത ചെയ്ത് ഉടമ്പടി ചെയ്ത് ഭക്ഷണ സാധനം എല്ലാം മേടിച്ച് നന്നായിട്ട് ആസ്വദിച്ചു. ഇത് തിന്നും കുടിച്ചു ആസ്വദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഇവര് ഇവിടുത്തുകാരാ. അപ്പൊ പറഞ്ഞു ഇനി നമുക്ക് അവരോടൊന്നും ചെയ്യാനൊക്കെ നമ്മൾ ഉടമ്പടി ചെയ്തു പോയി. പിന്നെ യോശുവ അവർ പോകാൻ വേണ്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വിറക് കീറാനും വെള്ളം കോരാനും നമുക്ക് അവരെ ആക്കാം. സഭയ്ക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? നമ്മുടെ ആൾക്കാർ അങ്ങനെ വിറക് കീറുവോ വെള്ളം കോരുവോ ഒന്നും ചെയ്യത്തില്ല. നമുക്കാണെങ്കിൽ വിറകും ആവശ്യമോ വെള്ളവും ആവശ്യം. എന്നാൽ പിന്നെ യുദ്ധങ്ങളെ തന്നെ അങ്ങനെ ഗിബെയോൻ നിവാസികളെ വിറക് കീറുന്നവരും ഇങ്ങനെ ഇവരുമായിട്ട് സഖ്യത ചെയ്തു. അപ്പോൾ ഈ സഖ്യത കഴിഞ്ഞപ്പോൾ യെരൂശലേം രാജാവാകുന്ന അദോനീസേദെക്ക് ഇത് കേട്ടു. ഗിബെയോൻ നിവാസികൾ ചെന്ന് യോശുവയോടും ഇസ്രായേലിനോടും സഖ്യത ചെയ്തു. എടാ നമ്മളെ ഒന്നിച്ചു നിന്നതാണല്ലോ, ഒന്നിച്ചു നിന്നിടത്ത് നിന്നാണല്ലോ ഇവന്മാര് ചാടിപ്പോയി അവരുമായിട്ട് പോയി സഖ്യത ചെയ്തത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവനെ എല്ലാം നമുക്ക് തട്ടണം. അങ്ങനെ യെരൂശലേം രാജാവാകുന്ന അദോനീസേദെക്ക് വേറെ ഒരു 3-4 രാജാക്കന്മാരെ കൂടി, അങ്ങനെ മൊത്തം 5 ഐവരെന്നായിട്ട് ചേക്കുന്ന ഐവര്. ഇവിടെ ഐവരെന്നുണ്ട്. ഇങ്ങനെയാ ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവും ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 അമോര്യ രാജാക്കന്മാരും ഒരുമിച്ച് കൂടി. 5 പേര് ഐവര് ഒന്നിച്ചു കൂടി. ഈ 5 പേര് കൂടിയേക്കുന്നത് ഗിബെയോൻ നിവാസികളെയും ഇസ്രായേലിനെയും യോശുവയെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ഒന്നിച്ചു കൂടി. വിശേഷിച്ച് ഇവരെ ഗിബെയോൻ നിവാസികളെ തട്ടണം, അതിനാ ഒന്നിച്ചു കൂടിയത്. കാരണം ഇവന്മാര് നമ്മുടെ കൂടെ നിന്നേച്ചാ ചാടിപ്പോയത്. അങ്ങനെ അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാ. ചില സഭയിൽ നിന്ന് ചിലർ വേറൊരു സഭയിലോട്ട് ശുശ്രൂഷ നിമിത്തമോ ആരാധന നിമിത്തമോ വചന ശുശ്രൂഷ പോയാൽ പിന്നെ ആ പഴയ സഭക്ക് അവരെ തട്ടണം എന്നുള്ള എങ്ങനെയും അവനെ ചില പാർട്ടി വിട്ട് വേറൊരു പാർട്ടി ചേർന്നു. പിന്നെ അത് വിടുകയാണെങ്കിൽ അന്നേരം അവരുടെ പിന്നെ ചിന്ത തന്നെ ഇവനെ തട്ടണം. ഈ ചിന്തയാണ് ഇവിടെ നടന്നത്. ഈ ഗിബെയോൻ നിവാസികൾ ഇവരെ ഒന്നിച്ചു നിന്നവരാ. കാരണം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഗിബെയോൻ നിവാസികൾ ഇവിടെ ഉണ്ടായിരുന്ന വായിച്ചേ. ഹിവ്യര്, അമോര്യര്, കനാന്യര്, മൊത്തം 9-1 മുതൽ വായിച്ചു. എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിന്റെ തീരത്തിലുമുള്ള രാജാക്കന്മാരൊക്കെ ഈ വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. അപ്പൊ ഏക മനസ്സോടെ യോജിച്ചത് ഇന്ന് ഗിബെയോൻ നിവാസികൾ മാറിയത്. അപ്പൊ ഇവർക്ക് അവരോട് വൈരാഗ്യം. അങ്ങനെ അന്ന് ഗിബെയോൻ നിവാസികളെ തട്ടണം. അല്ലെങ്കിൽ ഇവര് യോശുവയോട് ഇസ്രായേലിനോട് സഖ്യത ചെയ്തു. അവൾ യെരൂശലേം രാജാവാകുന്ന അദോനീസേദെക്കിന്റെ നേതൃത്വത്തിൽ 5 രാജാക്കന്മാർ ഒന്നിച്ചു കൂടി. ഈ വാർത്ത ഗിബെയോൻ നിവാസികൾ കേട്ടു. അപ്പോൾ അവര് പെട്ടെന്ന് യോശുവയോട് വന്ന് പറഞ്ഞു, എന്റെ ഭാഷയാ, അച്ഛാ ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളിപ്പോ നിങ്ങളുടെ സഭയിൽ വരുന്നത് കൊണ്ട് നേരത്തെ സഭക്കാർക്ക് ഞങ്ങളെ തട്ടണം. അടുത്ത കാലത്ത് കേൾക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വിഷയം വെച്ച്.
സ്വസ്ഥത കെടുത്തി ദൈവം തിരിച്ചിവിടെ പോയെടുത്ത് അവര് ഗതി പിടിക്കാതെ മടങ്ങി വരണം. സ്വസ്ഥത കെടുത്തി ഇവിടെ. അതുകൊണ്ട് അച്ചായ ഞങ്ങളെ രക്ഷിക്കണം. യോശുവയുടെ അടുക്കൽ ആളെ വെച്ച് അതാ അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങൾ അടുക്ക വന്ന് ഞങ്ങളെ രക്ഷിക്കണം. അദോനീസേദക്കിന്റെ നേതൃത്വത്തിൽ ഐവരാകുന്ന രാജാക്കന്മാർ ഞങ്ങളെ തകർക്കാൻ വരുന്നു. അവൾ യോശുവ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ദൈവം തമ്പുരാൻ കൽമഴ ഭയങ്കരം കല്ല് മേളിൽ നിന്ന് വീണു. ഇവനെ എല്ലാം തകർത്തെന്ന വായിച്ചവിടം ഓടി. ആകാശത്തുനിന്ന് വലിയ കല്ല് അവരുടെ മേൽ അവരെ കൊന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പൊ ഞാൻ ചിന്തിച്ച് പെട്ടെന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നത്, മറ്റു ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ ഗിബയോൻ നിവാസികള് യോശുവയുടെ ഇടയിലേക്ക് വന്ന് സഹായം ചോദിച്ചപ്പോൾ യോശുവ ഇവരെ രക്ഷിക്കാൻ കാരണം, ഈ ഭാഗത്ത് ഇവരെ രക്ഷിക്കാനുള്ള കാരണം ഇവർ ഉടമ്പടി ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ഉടമ്പടി മാത്രമല്ല. കാരണം അവിടെ 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഹിവ്യരോട് സംസാരിച്ചത്. ഇവര് ഹിവ്യരാ. ഇവിടെ ഹിവ്യർ എന്നൊരു വാക്യമുണ്ട് അല്ലേ? യോശുവ ഹിവ്യരോട് ഇങ്ങനെ ഇവിടെ ഒരു വാക്യമുണ്ടല്ലോ, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോട് അത് 9-ാം അധ്യായത്തിന്റെ 6-7 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോട് അപ്പൊ ഗിബയോൻ നിവാസികൾ എന്ന് പറഞ്ഞാൽ ഹിവ്യരാ. ഇവര് ഹിവ്യരാ. ആരായി ഹിവ്യര്? നോഹയ്ക്ക് 3 മക്കളാ, ശേമും ഹാമും യാബത്തും. അതിലെ ഹാമിന്റെ മകനാണ് കനാൻ. ആ കനാന് 11 പിള്ളേരുണ്ടായി, 11 എണ്ണം. ആ 11 പിള്ളേരിൽ 6-ാമത്തവനാ ഹിവ്യൻ. ഉൽപ്പത്തി 10:1 വായിച്ചു. നോഹയുടെ പുത്രന്മാരായ ശേം ഹാം യാബത്ത്. അപ്പൊ നോഹയ്ക്ക് 3 മക്കള്, ശേമും ഹാമും യാബത്തും. ഇനി അതിന്റെ 6-ാം വാക്യം വായിച്ചേ. ഹാമ്. അപ്പൊ ശേമും ഹാമും യാബത്തും. അതിലെ ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. അപ്പൊ കനാൻ, ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. അത് 4-ാമത്തവൻ കനാൻ. കനാന് 11 പിള്ളേരാ. ഈ 15-ാം വാക്യം വായിച്ച്. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, യെബൂസ്യർ, അമോര്യർ, ഗിർഗശ്യർ, ഹിവ്യർ, അർക്കർ, സീന്യർ, അവാദ്യർ, സെമായിയർ, ഹമാത്യർ എന്നിവരെ 11 പിള്ളേര്. ആ 11 പിള്ളേരിൽ 6-ാമത്തവനാണ് ഹിവ്യൻ. അപ്പൊ ഗിബയോൻ നിവാസികൾ എന്ന് പറഞ്ഞാൽ ഹിവ്യരാ. ഈ ഐവരാകുന്ന രാജാക്കന്മാർ യുദ്ധത്തിന് വന്നപ്പോൾ യോശുവ ഇവർക്ക് സഹായം ചെയ്യാനുള്ളതിന്റെ മെയിനായിട്ടൊരു കാരണം, ഇവര് ഹിവ്യരാണ്, ഇവർക്ക് സഹായം ചെയ്യണമെന്ന് കൂടി ആലോചിക്കാൻ കാരണം, ഒന്ന്, ഇവര് പ്രമാണം അനുസരിക്കാൻ താല്പര്യമുള്ളവരാ. ഇസ്രായേലിനുള്ള പ്രമാണം അനുസരിക്കാൻ മനസ്സുള്ളവരാ. അതിനൊരു തെളിവ് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം, ബാക്കി അടുത്ത ആഴ്ച പറയാം. ഒന്ന്, ഇവരുടെ മനസ്സ് ദൈവപ്രമാണം അനുസരിക്കാൻ ഇവര് മനസ്സുള്ളവരാ. അവർക്ക് ദൈവം വഴിയൊരുക്കി തരും. ജീസസ്. അതിനൊരു തെളിവ്, ഒത്തിരി ഉണ്ട്, അതിലൊരു തെളിവ് തരാം. നമ്മുടെ ദീനാമ്മ നാട് കാണാൻ പോയല്ലോ.
നാട് കാണാൻ പോയപ്പോൾ ശേഖേമിന്റെ അപ്പൻ ഹമോര് ഇവർ ഉടമ്പടി ചെയ്തു ഇസ്രായേൽ മക്കളുമായിട്ട്, യാക്കോവുമായിട്ട്. അപ്പോൾ യാക്കോവ് പറഞ്ഞു, ഞങ്ങൾ പെണ്ണിനെ കെട്ടിച്ചു തരാം, പക്ഷെ ചെറുക്കൻ സ്നാനപ്പെടണം. ഞങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു പ്രമാണമുണ്ട്, രക്ഷിക്കപ്പെടണ്ട, പക്ഷെ സ്നാനപ്പെടണം. പരിച്ഛേദന. രക്ഷിക്കപ്പെടുകയൊന്നും വേണ്ട, സ്നാനപ്പെടണം. പിന്നെ കല്യാണം കഴിഞ്ഞവൻ തന്നെ രക്ഷിക്കപ്പെട്ടോളും, രക്ഷയുണ്ട് എന്ന്. അങ്ങനെയാണെന്നല്ലോ മിക്കതും. പണ്ടവന് നരകമില്ലെന്ന് അവൻ വിശ്വസിച്ച്, കല്യാണം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി നരകവും ഉണ്ട് സ്വർഗവും ഉണ്ട്. അത് പറഞ്ഞ ഷിനുവിന് എന്നാ ഭയങ്കര ചിരി. സ്തോത്രം. ഇതുവരെ കല്യാണം കഴിച്ചില്ല, അതിൻ്റെയാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവന് ഈ ഹമോരിന്റെ മകൻ ശേഖേം അപ്പനാ ഹമോര്. ഇവര് യാക്കോബ് പറഞ്ഞു, ഞങ്ങൾ പെണ്ണിനെ കെട്ടിച്ചു തരാം, പക്ഷെ ഒരു പ്രമാണം നിങ്ങൾ അംഗീകരിക്കണം. എന്തുവാ? പുരുഷ പ്രതിയെല്ലാം പരിച്ഛേദന കേൾക്കണം. അപ്പോൾ ഈ ശേഖം പൗരന്മാർ പറഞ്ഞു, ഞങ്ങൾ സമ്മതമാണ്. ഈ ശേഖം പൗരന്മാർ വന്ന് പട്ടണത്തിൽ വന്ന്, ഇവര് അവിടുത്തെ രാജാക്കന്മാരാ. ഏതാ? ഹമോര് നാട്ടുരാജാവാ. അപ്പൊ അതുകൊണ്ട് പട്ടണത്തിലുള്ളവരെല്ലാം പുള്ളി പറഞ്ഞ് അംഗീകരിക്കും. പട്ടണത്തിൽ വന്ന് പറഞ്ഞ് നമുക്ക് വ്യാപാര ബന്ധം നടത്താം, സാമൂഹ്യ ബന്ധം ശക്തത ദൃഢമാകും, നമുക്ക് വരുമായിട്ട് സഖ്യത ചെയ്യാം. ഒറ്റ പ്രമാണമുള്ള അവരുടെ പ്രമാണം ഇതാ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അവരുടെ പിതാവാകുന്ന അബ്രഹാമിന് ദൈവം നിത്യനിയമമായി കൊടുത്തത് പരിച്ഛേദന. പുരുഷന്മാരെല്ലാം പരിച്ഛേദനയാക്കണം, നമുക്ക് വധേക്കണം. ഉടനെ ശേഖം പൗരന്മാർ പറഞ്ഞ് നമുക്ക് കേൾക്കാം. അങ്ങനെ അവർ മുഴുവൻ പരിച്ഛേദന കേട്ടു. ഈ പരിച്ഛേദന എന്റെ വ്യാഖ്യാനം, അത് വചനത്തിൽ കൂടിയുള്ള വ്യാഖ്യാനം ഹൃദയപരിച്ഛേദനയാണ്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഹൃദയപരിച്ഛേദനയാണ്. യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിലുണ്ടല്ലോ, ഹൃദയത്തിന്റെ അഗ്രചർമ്മം. അതാ ഹൃദയത്തിന്റെ അഗ്രചർമ്മം. ഇസ്രായേലിന് ശാരീരികമായുള്ള പരിച്ഛേദനയാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിന് ഹൃദയത്തിന്റെ പരിച്ഛേദന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ശേഖം പൗരന്മാരെല്ലാം ഈ പരിച്ഛേദന കേട്ടു. ഇവര് പ്രമാണം അനുസരിക്കാൻ മനസ്സുള്ളവരാ. ആ ശേഖം പൗരന്മാരെ പറ്റി എഴുതിയേക്കുന്നത് അവര് ഹിവ്യരാ. 34:2 വായിച്ച്. 34:2. ഹമോരിന്റെ മകനായി ലേയ യാക്കോബിനെ പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. എന്നാറേ ഹിവ്യനായ ഹമോരിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ട് വീട്ടിൽ കൊണ്ടുപോയി. അടുത്ത വാക്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവര് ഹിവ്യരാണെന്ന ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. 2-ാം വാക്യം അങ്ങനല്ലേ? എന്നാൽ ഹിവ്യനായ ഹമോര്. അപ്പൊ ഈ ശേഖം പൗരന്മാര് ഹിവ്യരാ. അപ്പൊ ഇവര് ഹിവ്യരായ അവര് ദൈവപ്രമാണം അനുസരിക്കാൻ മനസ്സുള്ളവരാ. അവരൊരു തീരുമാനമെടുത്ത് വരുന്നിടത്ത് വെച്ച് കാണാം, പക്ഷെ പ്രമാണം അനുസരിക്കാം. നമുക്ക് ഈ പ്രമാണം അനുസരിക്കാം. അത് യോശുവായും മൂപ്പന്മാരോട് തീരുമാനിച്ചു പറഞ്ഞു, ഇവർക്കൊരു നന്മയുണ്ട്, ഇവർ പ്രമാണം അനുസരിക്കുന്നവരാ, അതുകൊണ്ട് നമുക്ക് ഇവരോട് സഹായത്തിന് ചെല്ലണം. ദൈവപ്രമാണം അനുസരിക്കുവാനും അത് പാലിക്കുവാനും മനസ്സ് വെച്ച് ഒരു ദൈവ പൈതൽ മുമ്പോട്ടിറങ്ങിയാൽ നിനക്ക് സഹായത്തിന് ദൈവം ആരെയും എഴുന്നേൽപ്പിക്കും. എറണാകുളത്തില്ലെങ്കിൽ കോട്ടയത്ത് കാണും, കോട്ടയത്തില്ലെങ്കിൽ കോഴിക്കോട്ട് ആരെയും എഴുന്നേൽപ്പിക്കും, കോഴിക്കോട്ടും കോട്ടയത്തും എറണാകുളത്തും ഇല്ലെങ്കിൽ കൊടൈക്കനാലിൽ ആരെയും തണുപ്പാനൊന്നും വിചാരിക്കണ്ട, അവിടെ ആണെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കും. ഇല്ലേ അമേരിക്കയിലോ കാനഡയിലോ അയർലൻഡിലോ ഇംഗ്ലണ്ടിലോ എവിടെയും ദൈവം നിനക്കൊരു വ്യക്തി. നീ പ്രമാണം അനുസരിച്ചാൽ, നീ പ്രമാണം കാത്താൽ, പ്രമാണത്തിന് വേണ്ടി നിന്നാൽ നീ അറിയാത്ത വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യും, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ സന്ധിയിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, എന്തു വന്നാലും നിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ, വചനം അനുഷ്ഠിക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നെന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. എന്താ
നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടും ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയൻ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ഓ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഓ നിന്നിലാമന്നു ഞാനറിയുവാൻ നന്മയും പൂർണ്ണ സാധവുമുള്ള ഞാനറിയുവാ ഓ ജന്മം പുതുക്കി മാറിടുന്നേ ആമേ ജന്മം പുതുക്കി നിന്യമണേ നീ ലോകലാവണ്യോ ആമേ നിന്യമാണ് നീക്കിലോ ലോകലാവണ്യോ എന്റെ ദൈവമേ വാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയന്റെ അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ ഓ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങ് ഇഷ്ടമെന്നിൽ നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അശോക പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ഞങ്ങളെ വാസ്തവമായി ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ മനോഹര രാത്രിയിൽ ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലിരുന്ന് ഹല്ലേലൂയ അവിടുത്തെ വചനത്തിന്റെ ശ്രേഷ്ഠതകളെ മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ കർത്താവേ, സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ ഹല്ലേലൂയ സത്യവചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് ഒരവസരം കൂടി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് രാത്രികാലം അവിടുത്തെ നല്ല അംശങ്ങൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രദാനം ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, യോശുവ ഒരു വാക്ക് പറഞ്ഞു, യഹോവയാം ദൈവമേ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് അത് അംഗീകരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അതുപോലെ പിന്നെ ഒരിക്കലും സംഭവിച്ചില്ല എന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നു. കർത്താവേ, വിശുദ്ധിയിൽ വേർപാടിൽ അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ നിന്റെ ജനം ശ്രേഷ്ഠജനം അവർ കർത്താവേ ശ്രേഷ്ഠന്മാരാകട്ടെ, വലിയവരാകട്ടെ, ചെറിയവരാകട്ടെ, ഒരു വാക്ക് കൽപ്പിച്ചാൽ അങ്ങ് അത് സമ്മതിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് അതുപോലെ പ്രവർത്തിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ കേൾപ്പിച്ചതായ എല്ലാ അധ്യയനത്തിനുമായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, പ്രമാണത്തിന് ആമേൻ പുറത്തു നിന്നവർ ഹല്ലേലൂയ പ്രമാണം അനുസരിക്കുവാൻ തക്കോണം ആമേൻ അവരുടെ പിതാക്കന്മാർ ഹല്ലേലൂയ അനുസരിച്ചതുകൊണ്ട് അവരുടെ പിൽക്കാല തലമുറയും അങ്ങനെ തന്നെ നിന്റെ സന്നിധിയിൽ കാണപ്പെടുവാനിടയായി. അതുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയ ശത്രു വരെ മുടിച്ചു കളയേണ്ട സ്ഥാനത്ത്, ഹല്ലേലൂയ സഹായമറ്റവരായി ജീവിക്കേണ്ട സ്ഥാനത്ത് കർത്താവേ, നിന്റെ ജനത്തെ നീ വിടുവിച്ച് കാത്തുപരിപാലിച്ച ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ അന്വേഷിക്കുന്ന, അങ്ങേ അനുസരിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി സഹായത്തിനായി കർത്താവേ ഹല്ലേലൂയ കരങ്ങളെ നീ ഭൂമിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവരെന്ന് കേൾപ്പാനിടയായല്ലോ കർത്താവേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം അന്വർത്ഥമാകട്ടെ കർത്താവേ. ക്ഷീണിച്ചിരിക്കുന്ന മനസ്സുകളിൽ യേശുവിന്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുപ്പാൻ കഴിയാതെ ഭാരപ്പെട്ടുന്നവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനവുമായി ഇന്ന് രാത്രികാലം കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോവാനായി ദൈവം സഹായിക്കണം. അവർക്കുള്ളതായ നന്മകളെ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് പൊഴിച്ചു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ വിലപ്പെട്ട ദാസനായി സ്തോത്രം. കർത്താവേ, ആത്മാവിൽ നീ ശക്തീകരിക്കുന്നത് പോലെ, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് കർത്താവേ, ആത്മാവിന്റെ പ്രാർത്ഥന പ്രകാരം ദാസന്റെ മേൽ അവണ്ണം തന്നെ സംഭവിക്കട്ടെ, ദാസിയുടെ മേൽ അവണ്ണം തന്നെ സംഭവിക്കട്ടെ. ആമേൻ. പൈതലിന്റെ മേൽ അങ്ങനെ സംഭവിക്കട്ടെ. ശിവപാസനായി സ്തോത്രം. കർത്താവേ, തന്റെ ദാസിയെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ ദൈവവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ നാളുകളിൽ അവർ കർത്താവേ അനവരതം ഓടി നടക്കുമ്പോൾ മുൻപടയായി പിൻപടയായി കർത്താവ് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് കർത്താവ് ജ്യോതിസുകളെ പോലെ നിൽപ്പാൻ, ദൈവകൃപയിൽ നിൽപ്പാൻ, ഒന്നിന്റെയും പിന്നിൽ ഒന്നിന്റെയും മുൻപിൽ അവരുടെ മനസ്സിടിയുവാനോ തകരുവാനോ ഇടയാകാതെ വണ്ണം കർത്താവിന്റെ കൃപയിൽ ബലപ്പെട്ട് മുന്നേറുവാൻ, ശക്തിയോടെ നിനക്ക് സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന കർത്താവെ ഫിലിപ്പാസിനായി കുടുംബത്തിനായി ഹല്ലേലൂയ അതുപോലെ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനാ കൂട്ടം ഇത് വർദ്ധിച്ചു വരുവാൻ യേശുവിന്റെ നാമത്തിലിടയാകട്ടെ. യേശുവിന്റെ നാമത്തിലൂടെ ഒരു വലിയൊരു വർധന ഉണ്ടാകട്ടെ. സത്യത്തിൽ നടക്കേണ്ടതായി കൊതിക്കുന്ന ജീവിതങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിളിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവർ വരട്ടെ, വന്ന് തൃപ്തരാകുവാനിടയാകട്ടെ. തിരുക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മടക്കയാത്രയിൽ ദൈവദാസന്മാരോട് ദൈവമക്കളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആയേക്കാടിയാരെ യഹോവയെ മനസ്സലിവുടയ മഹോന്നത വന്ദനം നിനക്കാമേ. ഓ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ചോടുന്ന സകല വിഷയങ്ങളുടെ മേലും ഇന്ന് രാത്രിയിൽ ഈ യോഗങ്ങളെ സംബന്ധിച്ച ദൈവജനത്തിൻ്റെ മേലും വചനം സംസാരിച്ച ദൈവഭൃത്യന്മാരുടെ മേലും അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രിയിലും ജയം നൽകിയ കർത്താവിന്റെ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ചയും വൈകിട്ട് ഒന്നിച്ച് നമുക്ക് കൂടാം, പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.